നാഷണൽ ഗെയിംസിൽ കേരളത്തിൻ്റേത് ദയനീയ പ്രകടനമായിരുന്നു. കേരളത്തിൻ്റെ കായിക വകുപ്പിനെയും ഒപ്പം തന്നെ സ്പോർട്സ് കൗൺസിലിനെയും ഒളിമ്പിക് അസോസിയേഷൻ രൂക്ഷമായി വിമർശിച്ചു. നിങ്ങൾ അങ്ങാടിപ്പിള്ളേരെന്നാണ് കായിക മന്ത്രി പറഞ്ഞേക്കുന്നത്, അങ്ങനെയാണോ? പുള്ളിയുടെ ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ അഭിപ്രായം പറയുക. കാര്യം അവിടെ നമുക്കുണ്ടായ ഏറ്റവും മോശമായ പരാജയം, ആ പരാജയത്തിൽ ഞങ്ങൾക്ക് അന്നൊരു വിഷമം ഉണ്ടായി. കാര്യം കേരളം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത വിഷമം. അതിന് കാരണക്കാരവരാണെന്നുള്ളത് ഞങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാം. ഈ കാരണങ്ങളെല്ലാം ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി നിരവധി തവണ ഇവരോടൊക്കെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഉണ്ടായൊരു പ്രതികരണമാണ്. ആ പ്രതികരണത്തിൽ ഇപ്പോഴും ഉറച്ചിരിക്കുന്നു, അതിൽ വേറെ സംശയമൊന്നുമില്ല. മന്ത്രിക്ക് എന്താ മറുപടി? അല്ല, ആ പ്രതികരണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗത്തുള്ള തെറ്റ് മനസ്സിലാക്കി ഇനി എല്ലാവരെയും കൂട്ടായി കൊണ്ടുപോകും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറിച്ച് മന്ത്രിയിൽ നിന്നൊരു അങ്ങനെ വർത്തമാനം, ഇത്തരത്തിലുള്ള പ്രതികരണമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാകത്തിൻ്റെ കാരണം. ഏത് കാര്യത്തിനും വളരെ വികാരപരമായി പ്രതികരിക്കുന്നൊരു സ്വഭാവം നമ്മുടെ മിനിസ്റ്റർക്കുണ്ട്. അത് ഗുണം ചെയ്യില്ല. നമുക്കെല്ലാം കൂടിയാലോചിച്ച് സൗഹാർദ്ദപരമായി കൊണ്ടുപോകേണ്ടതാണ് സ്പോർട്സ് എന്ന് പറയുന്നത്. അല്ലാതെ നിയമം വഴിയും അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായി പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയൊന്നും കൊണ്ടുപോകാൻ കഴിയുന്ന സാധനമല്ല സ്പോർട്സ്. സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഇടയിൽ ആവേശമുള്ളതാണ്, സൗഹൃദം ഉണ്ടാക്കേണ്ടതാണ്, യൂണിറ്റി ഉണ്ടാക്കേണ്ടതാണ്, സന്തോഷം ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയുള്ള സംസാരങ്ങളും പ്രവർത്തനവുമാണ് നമ്മൾ മന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇത്ര രൂക്ഷമായ വിമർശനങ്ങൾക്ക് പറയാൻ വേണ്ടി അത്രയും മോശമാണോ കേരളത്തിലെ കായികരംഗം? കായികരംഗം ഏറ്റവും മോശപ്പെട്ട കാര്യം. കേരളം എന്നാൽ എല്ലാ രംഗത്തും സ്പോർട്സ് രംഗത്ത് 1-2 സ്ഥാനങ്ങൾ, പിന്നീടത് 5ആയി, ഇപ്പം നിൽക്കുന്ന 14. നമ്മൾ പറഞ്ഞില്ല, ഈ കോവിഡിന് ശേഷം നമ്മുടെ കായികരംഗം ലോകത്തെമ്പാടും ഇന്ത്യയിലും പുറകോട്ട് പോയി. അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുവരാനുള്ള എന്തെങ്കിലും നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പലതവണ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ അത് കൊണ്ടുവരുന്നതിന് പകരം യാതൊരുവിധ സഹായവും കഴിഞ്ഞ 4 വർഷമായി ഗവൺമെൻറ്റിന് ഇത് കിട്ടിയിട്ടില്ല. അതിനോടൊപ്പം കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി സ്പോർട്സ് കൗൺസിലൊക്കെ രൂപീകരിച്ച കാലം മുതൽ ഈ കായിക മേഖലയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യമാണ് കായിക സംഘടനയിലെ കായിക താരങ്ങൾ സംസ്ഥാനത്ത് റെപ്രസെൻ്റ് ചെയ്ത് നാഷണലിൽ പോകുമ്പോൾ അവരുടെ വഴിയാത്രയ്ക്കുള്ള ചിലവും അവരുടെ ഭക്ഷണ ചിലവ്, അതുപോലെ തന്നെ അവർക്ക് നാഷണൽ പങ്കെടുക്കുന്നതിന് മുമ്പായി കൊടുക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാം, ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ആവശ്യമായ കാശ് തന്നുകൊണ്ടിരിക്കുന്നത് സ്പോർട്സ് കൗൺസിലാണ്. അത് കഴിഞ്ഞ് 4 വർഷമായി 1 രൂപ പോലും തരാതെയാണ് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ബഡ്ജറ്റ് വെച്ചിരിക്കുന്ന തുക കൊണ്ട് തന്നെ കേരളത്തിലെ സ്പോർട്സ് മേഖലയെ ഇന്നുള്ള കുറവുകൾ പരിഹരിച്ചുകൊണ്ട് വീണ്ടും 4ാം സ്ഥാനത്തിനകത്ത് കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അതൊക്കെ ചിന്തിച്ച് നമുക്ക് കേരളത്തിന് ഇപ്പോൾ സാമ്പത്തിക രംഗത്ത് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ആ കിട്ടുന്ന പൈസ കൃത്യമായി എവിടെയെല്ലാം വിനിയോഗിക്കണം, അതൊരു കൂട്ടായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരേണ്ടതാണ്. അതിന് പകരം ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയതുകൊണ്ട് ഒന്നും നേടാൻ പോകുന്നില്ല. ശരി, ഒളിമ്പിക് അസോസിയേഷൻ ഇനി എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് പറയുമല്ലോ, ഇന്ത്യയിൽ സ്പോർട്സ് കൗൺസിൽ 1-2 സംസ്ഥാനങ്ങൾ മാത്രമാണുള്ളത്. എല്ലാ സംസ്ഥാനങ്ങളിലും അതാത് ഗവൺമെൻറ്റുകൾ അവർ സാമ്പത്തിക സഹായം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളെക്കാൾ മികച്ച രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം മുന്നോട്ട് വന്നത്. എന്നൊക്കെ തമിഴ്നാട് അത്ലറ്റിക്സിൽ ഇപ്പോൾ നമ്മളെക്കാൾ വളരെ മുമ്പിലാണ്. ഒരു കാലത്ത് കേരളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ബീഹാർ ഇപ്പം മെച്ചപ്പെട്ട് വന്നിട്ടുണ്ട്, ഒറീസ, അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളും മെച്ചപ്പെട്ട് വരുമ്പോൾ നമ്മൾ പുറകോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അതിന് 4 വർഷമായി ഒരു രൂപ പോലും നമ്മുടെ അസോസിയേഷൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രാൻഡ് അല്ല, നമ്മുടെ കുട്ടികളുടെ പൈസയാണ് നമ്മൾ ചോദിക്കുന്നത്. കുട്ടികൾക്ക് ചിലവാകുന്ന കാശ് സാമ്പത്തികമായി കോവിഡിന് ശേഷം ബുദ്ധിമുട്ടിക്കുന്ന കായിക സംഘടനകളെ സഹായിക്കുന്നതിന് പകരം കഴിഞ്ഞ ദിവസം ഞാനിന്ന് വീഡിയോ ഇതിൽ കണ്ടു, അസോസിയേഷൻ്റെ ആളുകളെല്ലാം കള്ളന്മാരാണ്. അങ്ങനെ പൊതുവിൽ പറയുന്നത് ശരിയല്ല. കാര്യം 1 രൂപയും തരാതെ ഒരാൾ മോട്ടിച്ചെന്ന് അങ്ങനെ പറയും. 1 രൂപ പോലും ഗ്രാൻറ്റ് തരുന്നില്ല 4 വർഷമായി. 4 വർഷം ഗ്രാൻറ്റ് തരാത്ത പിന്നെ എന്തിനാണ് കണക്ക് കൊടുക്കുന്നത്? അവനെ കള്ളരെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? പൈസ വാങ്ങിയാലേ കണക്ക് കാണിക്കേണ്ടതുള്ളൂ. അപ്പം 4 വർഷമായി ഒരു കായിക സംഘടനയ്ക്ക് ഗ്രാൻറ്റ് കൊടുക്കുന്നില്ല. കൊടുക്കാതെ ആരെയും ഇങ്ങനെ പച്ചയായിട്ട് അവർ കള്ളന്മാരാണെന്ന് പറയുന്നത് ശരിയല്ല. അതിനോടൊപ്പം നമുക്ക് തന്നു എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ ഗെയിംസിന് പങ്കെടുക്കാൻ വേണ്ടി കുട്ടികൾക്കുള്ള ചിലവും അത് അവർക്കാവശ്യമായ ക്യാമ്പ് നടത്താനുള്ള തുകയും കണ്ടെത്തി തന്നിട്ടുണ്ട്. അതിൻ്റെ അവസ്ഥ എന്താണ്? ഈ കഴിഞ്ഞ വർഷവും ഈ വർഷവും തന്ന തുക എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ നടക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പേ 10 ദിവസം മുമ്പാണ് തരുന്നത്. അപ്പം ഇത് ഓരോ വർഷവും നാഷണൽ ഗെയിംസിൻ്റെ മാസങ്ങളും വർഷങ്ങളും നേരത്തെ ഡിക്ലെയർ ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ അതിന് മാസങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കേണ്ടതാണ്. അതിന് പകരം 10 ദിവസം മുമ്പേ
ഈ കതിരിൽ വളം വയ്ക്കുന്ന പരിപാടിയാണ് നമ്മുടെ കയ്യിലുള്ളത്. 10 ദിവസം മുമ്പേ പൈസ കൊണ്ടുവന്നിട്ട് ഡ്രസ്സ് തയ്ച്ച് തരുന്നു, നിങ്ങളെ ഫ്ലൈറ്റ് ടിക്കറ്റ്, അതെല്ലാം സന്തോഷകരമായ കാര്യം, അതെല്ലാം ചെയ്തു എന്നുള്ള സന്തോഷം. പക്ഷേ അതേ സമയത്ത് 10 ദിവസം കൊണ്ട് കുട്ടികളെ പഠിപ്പിച്ച് കുട്ടികളെ ഗോൾഡ് മെഡൽ മേടിപ്പിക്കാനുള്ള മാന്ത്രിക വിദ്യയൊന്നും ഇവിടുത്തെ ഒരു കോച്ചിൻ്റെ കയ്യിലും ഇല്ല. അപ്പോൾ അതിനെന്താണ്, എങ്ങനെയാണ് കുട്ടികളെ ട്രെയിനിങ് നടത്തേണ്ട ഒരു പ്രൊസീജിയറുണ്ട്, അതനുസരിച്ചുള്ള പ്രൊസീജിയറാണ് നമ്മൾ തന്നെ നോക്കിയാൽ അറിയാം. കേരളത്തിൽ വെച്ച് അടക്കുമ്പോൾ നമുക്ക് 120-ലധികം മെഡൽ കിട്ടി. എന്തുകൊണ്ടാണ് കിട്ടിയത്? നമ്മൾ ആ സമയങ്ങളിൽ കൂടുതൽ പൈസ ചിലവാക്കിക്കൊണ്ട് കേരളത്തിലെ എല്ലാ ഏതൊക്കെ കായികമുണ്ട് അതിലെല്ലാം കൂടുതൽ ആളുകളെ കണ്ടെത്തി നന്നായിട്ട് നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് കൊടുത്തുകൊണ്ടാണ് നമുക്ക് ആ റിസൾട്ട് ഉണ്ടാക്കിയത്. നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണെന്ന് കണക്കാക്കിക്കൊണ്ടുള്ള ട്രെയിനിങ് പ്രവർത്തനം ആരംഭിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരാം. അപ്പോൾ ഇതൊന്നും പറഞ്ഞാൽ ഇതൊന്നും മനസ്സിലാകാതെ കായിക സംഘടനകൾ ഒരു പൈസയും കൊടുക്കാതെ അവർ കള്ളന്മാരാണെന്ന് പരക്കെ പറയുന്നത് ശരിയായ നടപടിയല്ല. പിന്നെ നമ്മുടെ പൈസകൾ നമ്മൾ ആർക്കെങ്കിലും ഗ്രാൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായി അതിൻ്റെ കണക്ക് വാങ്ങിക്കാനുള്ള ഉത്തരവാദിത്തം, അങ്ങനെ ആരെങ്കിലും കൊടുത്തിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപം ഇതുവരെയും വന്നിട്ടില്ല. കായിക സംഘടനകൾ കൃത്യമായി കണക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം എന്താണ് സംഭവിച്ചത്? ഗ്രാൻഡ് കഴിഞ്ഞ നാഷണൽ ഗെയിംസിന് അവസാന പൈസ കിട്ടി, അതിൻ്റെ പകുതി പൈസ മിച്ചം വന്നു. മിച്ചമാണ് വന്നത്, 2.5 കോടി രൂപയോളം മിച്ചം വന്നു. ഇത്തവണയും വന്നിട്ട് ഇത്തവണയും മിച്ചം വരും. അപ്പം മിച്ചം ഇത് യഥാർത്ഥത്തിൽ ഫലപ്രദമായി ഉപയോഗിച്ചാൽ ഈ രൂപ കൊണ്ട് തന്നെ ഏറ്റവും ഭംഗിയായിട്ട് കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ കഴിയും. അത് ചെയ്യുന്നില്ല. അത്തരത്തിൽ കാര്യങ്ങൾ കാര്യം ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ സ്പോർട്സിന് മാത്രമുള്ള മന്ത്രിയല്ലേ, അപ്പോൾ പുള്ളിക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയും. അപ്പോൾ അത് ഫലപ്രദമായി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞൊരു അഭിപ്രായം പറയുമ്പോൾ, ഇത് അഭിപ്രായം പറയാതെ 4 വർഷം പിടിച്ചു നിന്നില്ലേ? 4 വർഷം ഞങ്ങളിതെല്ലാം കേട്ടുമിണ്ടാതിരുന്നില്ലേ? ഇനിയെങ്കിലും അഭിപ്രായം പറയാതിരുന്നാലോ? അതുകൊണ്ടാണ് അത് ശരിയാവട്ടെ എന്നുള്ള നിലയിൽ പരസ്യമായി അഭിപ്രായം പറയേണ്ടി വന്നത്. അത് ആരെയും വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ വേറൊന്നിനും വേണ്ടിയില്ല. ഒരു തുടർ ചർച്ച ഉണ്ടാവണം, കായിക മേഖലയിൽ കൂട്ടായൊരു ചർച്ച ഉണ്ടാവണം, കൂട്ടായ പ്രവർത്തനം ഉണ്ടാവണം. അല്ലാതെ നിയമം ഇവരെയൊക്കെ നിയന്ത്രിക്കാൻ കൂടുതൽ നിയമം കൊണ്ടുവരണം. അങ്ങനെ നിയമങ്ങൾ കൊണ്ടുവന്നൊക്കെ ഇന്ത്യയിൽ ആരും നടത്തിയിട്ടില്ല. ഇതുവരെ ഇന്ത്യ ഗവൺമെൻറ് നിയമം കൊണ്ടുവന്ന് ഒരു കായിക സംഘടനയും നിയന്ത്രിക്കുന്നില്ല. പിന്നെ ഇവിടെ ഇപ്പം കേരളത്തിൽ ആവശ്യത്തിലധികം നിയമമുണ്ട്. കാര്യം സ്പോർട്സ് കൗൺസിലിന് സ്പോർട്സ് ആക്റ്റുള്ള സംസ്ഥാനമാണ് കേരളം. ആവശ്യത്തിലധികം നിയമങ്ങൾ. ഇനി എന്ത് നിയമം കൊണ്ടുവരാൻ? തൂക്കിക്കൊല്ലാനല്ലോ അതിന് നിയമം കൊണ്ടുവരൂ, അല്ലെ കൊണ്ടുവരട്ടെ, കൊണ്ടുവരുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ വിമർശനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോഴേ കുട്ടികളുടെ ഭാവി ഒരു വശത്ത് മോശമായിക്കൊണ്ടിരിക്കുക. അല്ല, ഞങ്ങൾ വിമർശനം പറഞ്ഞാണ്. 4 വർഷം ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. 4 വർഷം ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു? ഞങ്ങൾ ഉള്ളിലല്ലേ ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത്. 4 വർഷമായി അകത്താണ് പറഞ്ഞത്. 4 വർഷം പറഞ്ഞിട്ട് ഒന്നും നടക്കുന്നില്ല. നിങ്ങൾ ചാനലുകാരും നിങ്ങളുടെ പത്രങ്ങളും എത്ര തവണയാണ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഹോസ്റ്റലുകളെക്കുറിച്ചും അവരുടെ കുട്ടികളുടെ പരാതിനെക്കുറിച്ചും നിങ്ങൾ എത്ര ആർട്ടിക്കിൾ എഴുതി, എത്ര പ്രസിദ്ധീകരണങ്ങളുണ്ടായി? എന്നിട്ട് എന്തെങ്കിലും 1 ഇഞ്ച് മുന്നോട്ട് പോകാനുള്ള മാറ്റം വരുത്താൻ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായിട്ടില്ല? നിങ്ങൾ പരിശോധിക്കാവുന്ന, നിങ്ങൾ എഴുതിയവർ തന്നെ നിങ്ങൾ ചെയ്തതിനേക്കാൾ 1 ഇഞ്ച് മാറ്റം വരുത്തിയിട്ടില്ല, ഒന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ അത് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ മിനിസ്റ്റർ നമ്മുടെ ഹോസ്റ്റലുകൾ വിസിറ്റ് ചെയ്യണം. നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഹോസ്റ്റലിൽ വരുത്തിയിട്ടുണ്ടോ? അദ്ദേഹം ഒരു വലിയ നല്ലൊരു ബിസിനസ്സുകാരനും കൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ലോകം കണ്ടിട്ടുള്ള ആളാണ്. അപ്പം മറ്റുള്ള രാജ്യങ്ങളിൽ എങ്ങനെയാണ് ഹോസ്റ്റൽ നടക്കുന്നത്, മറ്റുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണ് ടൂർണമെൻറ്റുകൾ നടക്കുന്നത്, ഇതെല്ലാം മനസ്സിലാക്കാൻ ഈസിയാണ്. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തണം. കായിക സംഘടനകളുമായി നല്ല ബന്ധത്തിൽ നിന്നുകൊണ്ടുള്ള ഞങ്ങൾ ഏത് വിട്ടുവീഴ്ചയും ചെയ്യാൻ ഞങ്ങൾ ഒളിമ്പിക് അസോസിയേഷന് കായിക സംഘടനകൾ തയ്യാറാണ്. അപ്പം ഞങ്ങൾ സൗഹാർദ്ദപരമായി ഞങ്ങളുടെ കൂടെ കൂട്ടിയിണക്കി കൊണ്ടുപോകണം. അതാണ് മന്ത്രി ചെയ്യേണ്ടത്. അല്ലാതെ മോശം വർത്തമാനങ്ങൾ പറഞ്ഞതുകൊണ്ടൊന്നും ഒരു കായിക രംഗവും മെച്ചപ്പെടാൻ പോകുന്നില്ല. കായിക രംഗം എന്ന് പറഞ്ഞാൽ എപ്പോഴും യോജിപ്പിൻ്റെ മേഖലയാണ്. കായിക രംഗം ആവേശത്തിൻ്റെ രംഗമാണ്, സന്തോഷത്തിൻ്റെ മേഖലയാണ്. അവിടെ മോശം വർത്തമാനങ്ങൾക്ക് സ്ഥാനമേ ഇല്ല. കായിക മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി, കേരളത്തിലെ കായിക മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്, ചർച്ചകളിലൂടെ മുന്നോട്ട് പോകണമെന്നാണ് ഒളിമ്പിക് അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്. രാകേഷിനൊപ്പം TS ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.